അപ്പോ സ്വർണം കട്ടത് ആരപ്പാ, തെളിവുകളെല്ലാം പുറത്തു വന്നപ്പാ, ചിത്രങ്ങളെല്ലാം തെളിയിക്കുന്നു ഗാന്ധി കുടുംബം കുടുങ്ങുമപ്പാ. കണ്ടല്ലോ, ഇത്രയും ദിവസം എന്തിനാണ് പാരഡി ഇറക്കിയത്, എന്തിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കിംവദന്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നതിൻ്റെ തെളിവ് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്. അതായത് ഈ നാട്ടിലെ ശബരിമല സ്വർണം അടിച്ചുകൊണ്ട് പോയി കയ്യോട് പിടിച്ച പ്രതി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഗോവർദ്ധൻ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, സോണിയാഗാന്ധി, തന്ത്രി തുടങ്ങി ഗാന്ധി കുടുംബം നടത്തിയ ആ സ്വർണം തട്ടിപ്പ്, ആ തട്ടിപ്പിൻ്റെ ദൃശ്യം നോക്കിയേ. എന്തിനാണ് ഇത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു നേതാവ്, കോൺഗ്രസിന്റെ തലതൊട്ടപ്പയായിട്ടുള്ള ഒരു നേതാവാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഇതുപോലുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര ഈസി പ്രവേശനം ഉണ്ടായതും? ശബരിമല സ്വർണം ഇനിയിപ്പോൾ ഇവരുടെ രാജകുടുംബമാണല്ലോ ഈ ഗാന്ധി കുടുംബം. ആ കുടുംബത്തിലെ രാജകുമാരി ആഗ്രഹിച്ചതും ആ ആഗ്രഹത്തെ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ കാണിക്കയായി സമർപ്പിച്ചതാണോ ഇല്ലയോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഇപ്പോ ദൃശ്യം ഒന്ന് കണ്ടേ. ഇതിലെവിടെയെങ്കിലും ദേവസ്വം ജീവനക്കാരുണ്ടോ, ദേവസ്വത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഉണ്ടോ? ഇവരൊന്നും ഇല്ലാതെ ശബരിമലയിലെ ഇവരെല്ലാം കൂടി ആര് സ്വർണം അവിടെ നിന്ന് തന്ത്രിയെ കൊണ്ട് ഊരി വാങ്ങിക്കാനുള്ള ദേവപ്രശ്നം വെച്ച് ദേവഹിതം നേടി അവിടെ നിന്ന് ഊരിക്കൊണ്ട് നേരെ ബംഗളൂരുവിലേക്ക്, ഏത് ബംഗളൂരു, കോൺഗ്രസിന്റെ സ്വന്തം ബംഗളൂരിലേക്ക് ചെന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിന്റെ സഹായം ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സുകാർ കാലിക്കമിഴ്ന്ന് കിടക്കുന്ന തന്ത്രി അഥവാ താഴമൺ കുടുംബം. അദ്ദേഹം നേരെ ഇത് ഊരിക്കൊണ്ട് ഒരു പാക്കറ്റിലാക്കി ആറ്റിങ്ങൽ എം പിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അടൂർ പ്രകാശിനും ഒപ്പം തന്നെ ആന്റോ ആന്റണിയും ചേർത്ത് ഒരു വലിയ ഗിഫ്റ്റ് ആക്കി നേരെ ഡൽഹിയിലുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ആ സ്വർണ്ണക്കച്ചവടക്കാരനുമായിട്ട് ചെല്ലുന്നു. എങ്ങനെയുണ്ട്? അതിൽ ബാക്കിയുള്ളതെല്ലാം അന്വേഷണത്തിൽ തെളിയിക്കട്ടെ. കട്ട മുതൽ ഇവരോടൊപ്പമുള്ള ഒരു കള്ളനിൽ നിന്ന് കണ്ടെത്തി. ഇനി എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനോടൊപ്പം ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് വി ഡി സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വി ഡി സതീശനാണ് ഇതിന്റെ സ്ക്രിപ്റ്റിന് പിന്നിൽ. സതീശൻ കരുതിയിരുന്ന ഒരു തന്ത്രം പിഴച്ചു പോയിട്ടുണ്ട്. അതായത് സതീശൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഇതൊരു ആന്റിക്കാണ്, ഇത് ആരും വാങ്ങൂല, വലിയ വ്യവസായിയെ വാങ്ങുള്ളൂ, സംസ്ഥാനത്തിന് പുറത്താണ് ഇത് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര കൃത്യമായിട്ടുള്ള കാര്യമാണ്! ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ കൃത്യമായിട്ട് സതീശന് ആ സ്വർണം വിറ്റ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ രാജ്യം വിട്ടു പോകാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, സ്റ്റേറ്റ് വിട്ട് അങ്ങ് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്, ഡൽഹിയിൽ ഗാന്ധി കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചുകൂടാകുകയില്ല, ഈ കേസ് അന്വേഷണം കടുത്തപ്പോഴാണോ ഈ പാർലമെന്റ് സെഷൻ അതിഗുരുതരമായിട്ടുള്ള ബില്ലുകൾ, ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉടനടി അതിലൊന്നും പങ്കെടുക്കാതെ അങ്ങ് ജർമ്മനിയിലേക്ക് പോയി. ഇതിന്റെ തൊണ്ടി മുതലെങ്ങാനും കടത്തിക്കൊണ്ട് പോയതാണോ ഇല്ലയോ എന്നൊക്കെ ഈ നാട്ടിലുള്ളവർ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയും. കാര്യം കോൺഗ്രസ്സുകാർ രചിച്ച കഥയനുസരിച്ച് നേരത്തെ സതീശൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ നെല്ലും പതിരും തെളിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ഗോവർദ്ധൻ എന്ന വ്യവസായി, ആ വ്യവസായിയുടെ റോദ്ധം ജ്വല്ലറി, ആ ജ്വല്ലറിയിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെത്തിയത്. ഇദ്ദേഹം ആരോടൊപ്പമുണ്ട്? സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, സ്വർണം വാങ്ങിയവനും സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ? ഒപ്പിട്ടവൻ മാത്രം തെറ്റുകാരൻ. ആര്? ദേവസ്വം ബോർഡിന്റെ 2 ജീവനക്കാർ. ഈ സന്ദർഭത്തിൽ അതൊരു വീഴ്ച തന്നെയാണ്, അതല്ലാന്നൊന്നും പറയുന്നില്ല. സ്വർണം കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇവരുടെ വാക്ക് വിശ്വസിച്ചു. കാര്യം അവിടുത്തെ അവസാന വാക്കാണല്ലോ തന്ത്രി. തന്ത്രി എന്ന അവിടുത്തെ രാജാവ് ഒരു കാര്യം കൽപ്പിച്ചാൽ ദേവസ്വം പ്രസിഡന്റിന് വേണ്ട എന്ന് പറയാൻ പറ്റൂ? അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തത് ഒരു വീഴ്ചയാണ്. അതായത് സാങ്കേതികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിലും അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണം കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നുള്ള കർശനമായിട്ടുള്ള തീരുമാനം എടുക്കണമായിരുന്നു. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്, തന്ത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരു ദേവസ്വം പ്രസിഡന്റിനെ തടയാൻ പറ്റില്ല. എങ്കിൽ അന്ന് ഹിന്ദു വിശ്വാസം വ്രണപ്പെട്ടേനെ. അപ്പോൾ ഒരു കാര്യം ചിത്രം തെളിഞ്ഞു, സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള ചോദ്യം നേരത്തെ AKG സെന്ററിൽ ഇവർ തന്നെ ബോംബെറിഞ്ഞതിന് ശേഷം കിട്ടിയോ എന്ന് ചോദിച്ചതുപോലെ ഇപ്പോ ശബരിമലയിലെ സ്വർണം കട്ടത് ആരപ്പ എന്ന് പറഞ്ഞാൽ സ്വർണം കട്ടത് ഗാന്ധി കുടുംബം അപ്പ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അല്ലെങ്കിൽ ഈ സ്വർണം കട്ട കള്ളന്മാരെല്ലാം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കിടന്ന് നിരങ്ങുന്നത് എങ്ങനെയാണ്? സോണിയാഗാന്ധിയുടെ കയ്യിൽ പിടിച്ച് അവർക്ക് ഈ പറയുന്ന എന്തോ ബന്ധനൊക്കെ നടത്തി കൊടുക്കാൻ
ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്താണ്? നാട്ടുകാർക്ക് അറിയണ്ടേ? കേരളത്തിലുള്ള ഒരു പോറ്റിക്ക് അങ്ങ് ഡൽഹി പോയി ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ ഈ സ്വർണം കട്ടതിന്റെ വിഹിതം ആർക്കൊക്കെ കിട്ടിയപ്പാ, സതീശൻ അതിൻ്റെയൊക്കെ വിഹിതം കിട്ടിയോ അപ്പാ? എല്ലാ അന്വേഷണം നടക്കട്ടെ. ഇത്രയും നാള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന, അതായത് ഒരിക്കലും സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല SIT ഇതുപോലെ അന്വേഷണം നടത്തി ഇതര സംസ്ഥാനത്തിൽ പോയി പ്രതിയെ പൊക്കുമെന്ന്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തയ്യാറായിരുന്നു അപ്പാ, ഗാന്ധി കുടുംബത്തെ ഇങ്ങ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് പിടിക്കണമപ്പാ എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു തരത്തിലും SIT ആ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. എന്താണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഫോട്ടോ വെച്ചാണല്ലോ പ്രചരണം. ഇപ്പോൾ സ്വർണം വാങ്ങിച്ചവൻ, വിറ്റവൻ, കയ്യിലിരുന്നവനെല്ലാം ഗാന്ധി കുടുംബത്തിനകത്ത് നിൽപ്പുണ്ട്. അവിടെയുണ്ട് കാര്യങ്ങളുടെ നെല്ലും പതിരും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.